ബ്യൂട്ടി പാർലറിൽ മുടി വെട്ടണ പോലെ ഞാനിന്ന് വെട്ടി നോക്കിയതാട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ വീഡിയോ നിങ്ങൾ തുറന്ന് കാണണേ. ഹലോ, നമ്മളിന്ന് മുടി വെട്ടാൻ പോവാണ്. എന്റെ മുടി ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വെട്ടി കാണിക്കാൻ പോവാണ്. ഇപ്പോ എന്റെ മുടി ഞാൻ എത്രയുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയുണ്ട് എന്റെ മുടി. നമ്മൾ മുടി വെട്ടുന്നതിന് നമുക്ക് ആവശ്യമായിട്ട് ഒരു കോമ്പ്, ഒരു കത്രിക, ഒരു 3-4 ഹെയർ ടൈ. മുടി വെട്ടുന്നതിന് മുന്നേ മുടിയിലുള്ള എല്ലാ ജടയും നമ്മൾ തീർത്തിരിക്കണം. ജട ഉണ്ടെങ്കിൽ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ജട തീർക്കാനായിട്ട് നന്നായിട്ട് ഇത്തിരി സീറം നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ ജടയൊക്കെ മാറിക്കിട്ടും. ഞാൻ കുറച്ച് സീറം എടുത്തിട്ട് എന്റെ മുടിയിൽ എല്ലാവരും തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്റെ മുടി ലെയർ കട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി വെട്ടുമ്പോൾ ലെയർ കട്ടായിട്ട് തന്നെ വെട്ടണം. അപ്പോ അതിനുള്ള ഓരോരോ സ്റ്റെപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ മുടി നന്നായി ഈരി വൃത്തിയാക്കിയതിന് ശേഷം ജടയൊന്നുമില്ലാണ്ട് ഈരിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മുടി എല്ലാം എടുത്ത് ഇങ്ങനെ നമ്മുടെ മുടി ഇങ്ങനെ പിടിച്ചതിന് ശേഷം എല്ലാം മുടി എടുത്തിട്ട് ഇവിടെ ഒരു ടൈ ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സെന്ററിൽ നോക്കിയിട്ട് ടൈ ചെയ്യണേ. ഓക്കെ, അപ്പൊ മുടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒരു വട്ടം കൂടി കെട്ടിക്കൊടുക്കാം. ടൈറ്റ് ആയി കെട്ടണം കേട്ടോ. അതിനുശേഷം നമ്മൾ എത്രയും വെട്ടാൻ ഉദ്ദേശിക്കുന്നു അതിന്റെ തൊട്ട് മുന്നിൽ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം. ഇപ്പൊ നമ്മൾ 3 സ്റ്റെപ്പായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി ഒരു കത്രിക എടുത്തിട്ട് നമ്മുടെ ഈ തുമ്പ് പോർഷൻ അല്ലേ, ആ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അധികം കയറ്റി വെട്ടുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ലെയറൊക്കെ വെട്ടുന്നുള്ളൂ. ഇവിടെ വെച്ച് ഞാൻ വെട്ടാട്ടോ. ഇത്ര കുറച്ചേ ഞാൻ വെട്ടിയിട്ടുള്ളൂ കേട്ടാ. ഞാൻ വെട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവലാക്കാൻ വേണ്ടിട്ട് ഇനി ഈ മുടിയെല്ലാം കൂടെ ബാക്കിലേക്ക് ഇടാം. ഇനി ഈ ചെവിയുടെ ഇവിടെ നിന്ന് നമ്മൾ ഒരു വര പോലെ എടുത്ത് ബാക്കിൽ നിന്ന് എടുക്കുക. കറക്റ്റ് അളവിന് ഇങ്ങനെ എടുക്കണം കേട്ടോ. എന്നിട്ട് ആ മുടി എല്ലാം കൂടെ നമ്മൾ നേരത്തെ കെട്ടിയ പോലെ തന്നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ആ പാർട്ടീഷൻ എടുത്ത ഭാഗത്തുനിന്ന് അങ്ങനെ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിടാം. ഇനി മുടി നന്നായി ചീകി ഒതുക്കിയതിന് ശേഷം നേരത്തെ കെട്ടിയ പോലെ തന്നെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു പ്രാവശ്യം ഹെയർ ടൈ ചെയ്യാം. സെക്കൻഡ് ഒരെണ്ണം ടൈ ചെയ്യാം. തേർഡ് ഒരെണ്ണം ടൈ ചെയ്യാം. ഇനിയും ഈ ഗ്യാദർ ചെയ്ത് പിടിച്ചതിന്റെ അറ്റത്ത് തന്നെ നമ്മൾ കുറച്ച് വെട്ടി കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ടൈ ചെയ്തൊക്കെ നമ്മൾ പതുക്കെ അഴിച്ചതിന് ശേഷം നമുക്കിനി മുടിയുടെ ക്രൗൺ പോർഷനാണ് വെട്ടേണ്ടത്. ഇപ്പൊ നമ്മുടെ മുടി ലെയർ കട്ടായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി ഓൾറെഡി സ്റ്റെപ്പായിട്ടാണ് ഇരിക്കുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ ക്രൗൺ പോർഷനായിട്ട് കുറച്ച് മുടി അവിടെ നിന്ന് എടുക്കുക. അതായത് ഈ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന വിധത്തിൽ വെട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ക്രൗൺ പോർഷന് കുറച്ച് മുടി എടുക്കുക. ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. മുടി എടുക്കുമ്പോൾ കുറച്ചൊരു യു ഷേപ്പ് പോലെ അങ്ങനെ എടുത്തോളൂ കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ടൈ ചെയ്യണമെങ്കിൽ. ഇതിങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ടൈ ചെയ്തതിന്റെ ശേഷം നമ്മുടെ ഇതിന്റെ അറ്റവും അതുപോലെ തന്നെ നമ്മൾ വെട്ടിക്കൊടുക്കുക. കുറച്ച് വെട്ടിയാൽ മതി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് നമ്മളൊരു ചെറിയ ഫിനിഷിങ് നടത്തുന്നുണ്ട്. അപ്പോഴാണ് ഇത്രയും കൂടി വ്യക്തമായിട്ട് വരാം. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ കൊടുക്കുന്ന മുടി നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക.
പാർലറിലാണെങ്കിൽ ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോൾ അവർ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ഇത് കിടക്കും. പക്ഷെ ഇത് നമ്മൾ നന്നായി കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഈ മുടി കിടക്കൂട്ടോ. ഇതിപ്പോ വെട്ടിയത് നിങ്ങൾക്ക് ഫ്രിസി ഹെയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിലും ഇത് കറക്റ്റ് ആയിട്ടൊരു ലെവലായിട്ടുണ്ട്. ഇനി ഇപ്പോഴും നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ കുറച്ച് അൺഈവൺ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതിനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ മിഡിൽ പാർട്ടീഷൻ, ഏത് പാർട്ടീഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ബാക്കിൽ ഒരു ലോ പോണി കിട്ടാം. ലോപ്പോണ് കിട്ടിയതിന് ശേഷം നമ്മുടെ കഴുത്തിൽ കൂടെ മുടി ഇങ്ങനെ ചുറ്റി എടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു സെക്ഷനായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. എന്നിട്ട് ഇതിന് ലെവൽ ചെയ്തിട്ട് നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ലെങ്ത്, ഇപ്പൊ എനിക്ക് ലെങ്ത് ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ജസ്റ്റ് തുമ്പ് മാത്രം ഞാൻ കട്ട് ചെയ്യണത്. ഇത്രയും കൂടി നിങ്ങൾക്ക് ലെങ്ത് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി കയറ്റി വെട്ടാം. അപ്പൊ ഇതിനേക്കാളും നല്ല രസമായിട്ട് കിടക്കും. ഞാൻ മുടി ഇത്തിരി ലോങ് ഹെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ട്രൈ ചെയ്യണത്. അപ്പോൾ എന്റെ ലെയർ കട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ലോങ് ഹെയർ ആക്കാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ പതുക്കെ പതുക്കെ അതിന്റെ ലോങ് ഹെയർ ഇങ്ങനെ വളർത്തി കൊണ്ടുവരാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് വെട്ടിക്കളയാണത്. ഇനി നോക്കുമ്പോ മുടി എത്ര ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത് നോക്ക്. ഇപ്പൊ ബാക്കിലെ മുടി ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ ബാക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷയം കിട്ടും. കണ്ട, ഇപ്പൊ നല്ല രസമായിട്ട് ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഹെയർ സ്റ്റൈൽ. ഞാൻ ഇങ്ങനെയാണ് എന്റെ മുടി നല്ല ഭംഗിയായിട്ട് വെട്ടിയത് കേട്ടാ. കണ്ട, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ ഞാൻ വെട്ടിയെന്നുള്ളത്. ഇപ്പൊ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് കിടക്കണില്ലേ, കണ്ട ആ ലെയർ കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് നമ്മള് ഹീറ്റൊക്കെ ഉപയോഗിക്കാൻ വെച്ചാൽ നല്ല കേളി ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. ഞാൻ ഹീറ്റൊന്നും ഉപയോഗിക്കണില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ മുടി ഇപ്പൊ ഇത്തിരി നന്നായി വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇനിയും പ്രതീക്ഷിക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുടി നന്നായിട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോഴത്തെ ഒരു ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കുളിച്ച് കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം പോകും, മുടി പൊഴിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ട്രിക്സ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.